ഇവർ തങ്ങളെ കൂടെ കൂടുകയാണോ? എന്നാൽ സ്കൂൾ തരാം എന്ന് ഇടതുപക്ഷം പറയണം. സ്കൂൾ കിട്ടിയാലോ? നിങ്ങളെ കാര്യം കഴിഞ്ഞു, പാലം കിടക്കോളം നാരായണ, പിന്നെ ബാക്കി എന്താ പറയണ്ട? അത്രേ ഇവർക്ക് താല്പര്യമുള്ളൂ. അല്ല, മസ്ലഹത്താണോ ലക്ഷ്യം? എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രശ്നമുണ്ടായി 5-6 വർഷം ശംസുലും ഇവിടെ ഉണ്ടായിരുന്നില്ലേ? 2-3 വർഷം കണ്യത്തുസ്താദ് ഉണ്ടായിരുന്നില്ലേ? മനുഷ്യനല്ലേ, തെറ്റുപറ്റും, പോകട്ടെ. മരണപ്പെട്ട 2 മഹത്തുക്കളുടെ മക്ബറയെങ്കിലും ഇല്ലേ? നിങ്ങൾക്ക് ആത്മാർത്ഥമായ ഐക്യമാണോ സ്നേഹമാണോ ആവശ്യം? സ്ഥാപനം ഓരോരുത്തരും അവനവന്റെ രീതിയിൽ കൊണ്ടു നടക്കട്ടെ. കേരളത്തിൽ ഒരു സ്ഥാപനവും വേറെ സ്ഥാപനത്തെ കയ്യേറുന്നില്ല. ഓരോ പള്ളിക്കും ഓരോ മഹല്ല് കമ്മിറ്റിയാണ്. ഇവർ ഭീഷണി, ഞങ്ങളുടെ വലിയ സ്ഥാപനം കണ്ടിട്ടാണ് ആളുകൾ മസ്ലഹത്തിന് വേണ്ടി യോജിപ്പ് പറയുന്നത്. ഒരു പള്ളി കമ്മിറ്റി മറ്റൊരു പള്ളി കമ്മിറ്റിയുടെ കണക്കിൽ കൈയിടാറില്ല. ഒരു സ്ഥാപനം മറ്റൊരു സ്ഥാപനത്തിന്റെ കണക്കിൽ കൈയിടാറില്ല. ഓരോ സ്ഥാപനവും സ്വതന്ത്രമാണ്, വേറെ വേറെയാണ്. സ്ഥാപനങ്ങളുടെ പേരിൽ തർക്കം ഉണ്ടാവൂലല്ലോ. ഓരോ സ്ഥാപനത്തിനും സ്വതന്ത്ര ജനറൽ ബോഡി, സ്വതന്ത്ര കമ്മിറ്റി, സ്വതന്ത്ര അക്കൗണ്ട്, സ്വതന്ത്ര നിലപാട്, അതൊക്കെ അതാത് കമ്മിറ്റികൾ ഭരിച്ചുകൊള്ളട്ടെ. സംഘടനാപരമായ ആത്മാർത്ഥ യോജിപ്പിന് തയ്യാറുണ്ടോ? എങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്യത്തുസ്താദിന്റെ വാഴക്കാട്ടുള്ള ഖബറുകളിൽ ചെന്ന് സിയാറത്ത് ആരംഭിക്കണം നിങ്ങൾ. എന്നിട്ട് വരക്കൽ മഖാമിൽ ചെന്ന് സിയാറത്ത് ആരംഭിക്കണം. അപ്പോഴേ ഗുരുപരമ്പരയുടെ പാതയിലേക്ക് നിങ്ങൾ നീങ്ങൂ. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഗതികേട് വന്ന എന്തുകൊണ്ടാ? നിങ്ങളെ ഇതം പര്യന്തമുള്ള പ്രവർത്തനങ്ങൾ ശരിക്ക് കുട്ടികളൊന്ന് പഠിക്കുക. ഇതിന് മറുപടി പറയുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് വീട്ടിൽ പോയിട്ട് ശരിക്കൊന്ന് പഠിക്കൂ. ഈ പ്രശ്നം തുടങ്ങിയത് 1989 ആണെന്നാണ് രൂക്ഷമായ പ്രശ്നം. അതിന് മുമ്പേ ഭിന്നതയുടെ ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ടെങ്കിലും മർമ്മപ്രധാനമായ കാര്യം പറയുമ്പോൾ പ്രധാനപ്പെട്ടതിനാണ് ഡേറ്റ് ഇട്ട് പറയാം. 1990 ഇവിടെ കത്തിയുന്ന വിവാദം കുവൈത്ത് കരാറാണ്. ആ കുവൈത്ത് കരാർ ഇന്നും സുന്നത്ത് ജമാഅത്തിന് അനുകൂലമാണ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ആ കുവൈത്ത് കരാറിന്റെ പശ്ചാത്തലത്തിലല്ലേ അതിനെതിരെ പുസ്തകം എഴുതി മുസ്തഫ ഫൈസി മാറിയുന്നത്? വേറെ അദ്ദേഹത്തിന് ഒരു സാമ്പത്തിക ലാഭവും കൊടുത്തിട്ടില്ലല്ലോ. ആദർശത്തിന്റെ പേരിലാണ് ആ പണ്ഡിതൻ മാറിയുന്നത്. അദ്ദേഹം മാറിപ്പോയത് അതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ചെയ്ത പ്രവർത്തനം എന്താണ്? വിദ്യാഭ്യാസ ബോർഡിന്റെ പേരിൽ പുസ്തകം പ്രിന്റ് ചെയ്തു എന്ന് മാത്രമല്ല, വിദ്യാഭ്യാസ ബോർഡ് ഞങ്ങൾ രൂപീകരിച്ചു എന്ന് പറഞ്ഞതിന്റെ പണപ്പിരിവ് ആരംഭിച്ചു. എന്നിട്ട് മദ്രസയിലേക്ക് പുസ്തകം പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ ശ്രമിച്ചു. മദ്രസകൾ സ്വീകരിച്ചില്ല. ഇന്നും ഞാൻ വെല്ലുവിളിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നെഞ്ചത്ത് കൈവച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. റമദാൻ മാസം ആഗതമാകുന്ന സമയത്ത് സമത്തൊരു പത്രക്കുറിപ്പ് ഇറക്കാറുണ്ട്. പൊതുപരീക്ഷ ഇത്ര സെന്ററിൽ ഇത്ര കുട്ടി, ഇത്ര സൂപ്പർവൈസർമാർ. നിങ്ങളുടെ സ്ഥാപനത്തിൽ എത്ര കുട്ടി പരീക്ഷ എഴുതിയെന്നൊരു വാർത്ത ഇന്ന് വരെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. സ്വന്തം പത്രം ഉണ്ടല്ലോ. കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പ് ചേളാരിയിൽ സംഘടിപ്പിക്കാറുണ്ട്. ഒരു പന്തലിൽ കുട്ടികളുടെ പേപ്പർ നോക്കുന്നൊരു സദസ്സ്. നിങ്ങളൊന്ന് വന്ന് കാണണം. ഞാൻ ചോദിക്കട്ടെ, അത്തരമൊരു സദസ്സ് സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇക്കണ്ട പണവും സൗകര്യവും ഇക്കണ്ട വിദേശ സഹായങ്ങളും മുഴുവൻ ഉണ്ടായിട്ട് എന്തേ? ജനങ്ങൾ കൂടെ ഇല്ലാത്തതുകൊണ്ടല്ലേ? ഈ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി രാഷ്ട്രീയപരമായ ഒരു വിദ്വേഷം തീർക്കാൻ ഒഴുകിയെത്തുന്ന ജനം നിങ്ങളുടെ കൂടെ ഉള്ളവരാണെങ്കിൽ അവരെ നിങ്ങൾക്ക് മദ്രസ കെട്ടണ്ടേ? അവരെ നിങ്ങൾക്ക് മഹല്ലുണ്ടാക്കി തരണ്ടേ? എന്തേ അതില്ലാത്തത്? അത്രയും മദ്രസ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പ് ഒന്ന് നടത്തി കാണിക്കാമോ? ചേളാരി നടക്കുന്ന കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പ്, അതിന് ഇവർ പറയുന്നത് എന്താ? ആ മദ്രസയിലൊക്കെ ഞങ്ങൾക്കും അവകാശം ഉണ്ട് എന്നാണ് പറയുന്നത്. അറേഞ്ച് അവകാശമുണ്ടെങ്കിൽ അത് വെട്ടിപ്പിടിക്കാൻ ആളെ നിർത്തിയ ആൾക്കാരാണ് നിങ്ങൾ. സാധിക്കാത്തത് കൊണ്ടാണ്. പിന്നെ നിങ്ങളിവിടെ ചെയ്ത പ്രവർത്തനമോ? ഖാദിമാരെ നിയമിച്ചു. ഒരു താല്പര്യവുമില്ലാതെ ആളുകളെ മേലെ കൊണ്ടുവന്ന് ഖാദിമാരെ നിയമിച്ചു. പരമ്പരാഗത മഹല്ല് ഖാദിക്ക് പുറമെ പുതിയ ഖാദി, ജില്ലാ ഖാദി, മേഖലാ ഖാദി, അങ്ങനെ സമൂഹത്തിൽ പുതിയ പുതിയ ഖാദിമാർ. അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ് ബയ്യത്ത് ചെയ്യേണ്ട ഖാദിമാരെ നിങ്ങൾ സ്വയം തീരുമാനിച്ച് സമൂഹത്തിന്റെ പെരടിക്ക് കെട്ടിവെച്ചു. ശരിയായിരുന്നു? ഒന്ന് ഇരുന്ന് എന്തിക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ഖാദിമാരെ നിയമിച്ച രീതി ശരി? സമൂഹത്തിന്റെ ഖാദിയുടെ ആവശ്യം ഉണ്ടായിരുന്നപ്പോൾ. അതുപോലെ നിങ്ങൾ നോക്കുക, ആ ഖാദി നിയമനത്തിന്റെ അപകടം എന്തായിരുന്നു? മാസപ്പിറവി വിവാദം ഉണ്ടായി ഇവിടെ. നമ്മുടെ സമൂഹത്തിൽ ആദ്യമായി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ തന്നെ വീട്ടിൽ 2 പെരുന്നാൾ കഴിച്ചു. 2 പെരുന്നാൾ കഴിച്ചു. ചില പള്ളികളിൽ വമ്പിച്ച പ്രശ്നം ഉണ്ടായി. ചില പള്ളികളിൽ ഖുത്ബ ഓതി ശനിയാഴ്ച പെരുന്നാൾ നടത്തി, ഞായറാഴ്ചയാണ് പെരുന്നാൾ, ഒരു ശനിയാഴ്ച പെരുന്നാളാക്കി. എന്നിട്ട് വിദ്വേഷം തീർക്കാൻ ഖുത്ബ ഓതി ചില ആളുകൾ പള്ളി പൂട്ടിപ്പോയി, ചില ആളുകൾ ഖുത്ബയുടെ ഏട് കൊണ്ടുപോയി. ആ രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ. ഏട് കൊണ്ടുപോയാൽ ഖുത്ബ ഓതാൻ കഴിയാത്തവരല്ലല്ലോ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ. ഖാദി വിവാദവും മാസപ്പുറയുമായി ബന്ധപ്പെട്ട് ആ കാലഘട്ടത്തിലാണ് CBIയുടെ ഒരു പ്രമാദമായ കേസ് വരെ തേടി വരുന്നത്. നമ്മളൊരു സന്തോഷിച്ചുകൊണ്ടല്ല പറയുന്നത്. കേരളത്തിൽ ഒരു ആലിമിനും അങ്ങനത്തെ ഒരു ഗതി ഉണ്ടായിട്ടില്ല. പ്രബോധന മേഖലയിൽ പ്രവർത്തിച്ചൊരു CBIയുടെ കേസ് ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ അവർ പറയും അതൊക്കെ എതിർപ്പുകൾ നേരിടേണ്ടി വരിക മഹാന്മാർക്കാണ്. മുല്ലക്കോയ തങ്ങളെക്കാൾ വലിയ മഹാന്മാരാ പിന്നെ വന്നത്.
അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ നോക്കൂ, സ്വന്തം സ്ഥാപനം പണയം വെച്ച വാർത്ത പത്രത്തിൽ വന്നല്ലോ. അത്തരമൊരു ഗതികേട് കേരളത്തിലെ ഏതൊരു പണ്ഡിതനാണ് വന്നിട്ടുള്ളത്? ഇങ്ങനെ നിരന്തരം വിവാദത്തിൽ ചെന്ന് ചാടാൻ എന്തേ കാരണം? ഒരു തീയുമില്ലാതെ പുകയുണ്ടാവില്ലല്ലോ. അന്ന് അവരിൽപ്പെട്ട പ്രമുഖനായ ഒരാൾ മറുപടി പറഞ്ഞെന്താ? ഞങ്ങളുടെ സ്ഥാപനം ഞങ്ങൾ പണയം വെക്കും, നിങ്ങൾക്കെന്താ? മറുപടിയായി ഒരു പ്രമുഖനായ ആൾ മറുപടി പറഞ്ഞതാണ്. പണ്ട് എവിടെയോ രാഷ്ട്രീയക്കാർ വിളക്ക് കട്ടിട്ട് ആ വിളക്ക് മറുപാട്ടി എടുത്തതാണെന്ന് വ്യാജം ആരോപണം നടത്തി കേസ് കൊടുത്ത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രകടനം നടത്തി. പ്രകടനം പകുതിക്ക് എത്തുമ്പോഴാണ് ഇവരെ വിളക്ക് ഇവരെ ആഫീസറുണ്ടെന്ന് അറിഞ്ഞ്. അപ്പോൾ ഇവരെന്നെ പറഞ്ഞു, ഞങ്ങളെ വിളക്ക് ഞങ്ങൾ കെട്ടാ, നിങ്ങൾക്കെന്താ, ബാക്കി വിളിക്കണ്ട. അത്രയേ ഉള്ളൂ. ആ രീതിയിലുള്ളൊരു സമീപനമല്ലേ സ്വീകരിച്ചത്? യതീമക്കളെ പേരിൽ പിരിച്ചെടുത്ത പണം മലബാർ മഹോത്സവത്തിന് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ, കലക്ടർ ഞങ്ങൾക്ക് സംഭാവന തന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ന്യായീകരിക്കാനും നമ്മുടെ സമൂഹത്തിൽ ആളുടെ സ്ഥാപനത്തെ എതിർക്കാനാണ് പറഞ്ഞത്. സ്ഥാപനം വളരട്ടെ. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഞങ്ങൾ ഈ പറയുന്നത് കൊണ്ട് ഇടതുപക്ഷ ഗവൺമെന്റ് നിങ്ങൾക്കൊരു സ്ഥാപനം തന്നാൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. മുസ്ലിങ്ങൾക്കൊരു സ്ഥാപനം കിട്ടി എന്ന രീതിയിൽ സന്തോഷിക്കാനുള്ള വിശാലമായ മനസ്സ് നമുക്കുണ്ട്. അതിപ്പോഴും അള്ളാഹു നഷ്ടപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ ഈ പറയുന്നത് പോലെ നിങ്ങളെ അങ്ങേയറ്റം നശിപ്പിക്കാനുള്ളൊരു വികാരമൊന്നും നമ്മുടെ മനസ്സിലില്ല. സുന്നത്ത് ജമാഅത്ത് ശക്തിപ്പെടണമെന്നും ഒരുമിച്ച് നിൽക്കണമെന്ന് തന്നെയാണ് നമ്മുടെ മനസ്സ് പറയുന്നത്. കൊല്ലം എത്രയായി വേറിട്ടിട്ട് 20-ൽ പരം വർഷങ്ങളായ മാന്യതയുടെ സീമ ലംഘിക്കുന്നൊരു വാക്ക് പോലും നമ്മൾ പറയാത്ത എന്തുകൊണ്ടാ? നാളെ ഇത് യോജിക്കും എന്ന ഒരു പ്രതീക്ഷ മനസ്സിന്റെ കോണിൽ എവിടെയുണ്ട്. പക്ഷെ നാടകം കളിക്കരുത്. ശിഹാബ് തങ്ങളെ ദുരുപയോഗം ചെയ്തും അതുപോലെ തന്നെ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ജനങ്ങൾക്ക് മുമ്പിൽ മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ചും ഈ സമൂഹത്തിന്റെ മഹലിലേക്ക് കടന്നു വന്ന് നിങ്ങളൊരു പാർട്ടിയായി തന്നെ നിന്നിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത മദ്രസയിലും കിട്ടാത്ത മഹലിലും തൽക്കാലം കമ്മിറ്റിയിൽ 1-2 ആളെ എടുക്കണമെന്ന് മറ്റുള്ളവർ പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് എത്തിക്കാനാണ് മോഹമെങ്കിൽ അത് ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ പരിപ്പ് വേവൂല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ നിൽക്കുന്നത്. അത് മാറ്റിവെച്ചോളൂ. അല്ല, യോജിപ്പാണോ പ്രശ്നം, ആലിമ്യങ്ങളുമായി ടേബിൾ ടോക്ക് നടത്തിക്കോളൂ. അത് ഞങ്ങളല്ല പറയേണ്ടത്. ഞങ്ങളതിനെ എതിർക്കില്ല. പിന്നെ ഒരു പ്രചരണമുണ്ട്, ഈ ചെറുപ്പക്കാരായ ആൾക്കാരെ സ്ഥാനമാനങ്ങളാണ് തടസ്സമെന്ന്. സ്ഥാനമാനങ്ങൾ ഒരു തടസ്സവുമല്ല. ഞങ്ങൾക്കൊക്കെ സ്ഥാനമാനമാണ് ആവശ്യമെങ്കിൽ ഇതേ പ്രസംഗം പ്രസംഗിച്ചും ഇതേ പ്രവർത്തനം പ്രവർത്തിച്ചും രാഷ്ട്രീയത്തിൽ ചെന്നാൽ ഇതിനേക്കാൾ മുന്നോട്ട് പോകാമെന്ന് അറിയാത്ത വിഡ്ഢികളൊന്നും അല്ല നമ്മൾ. രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചാൽ മുന്നോട്ട് പോകാമെന്നറിയാം, സ്ഥാനമാനം തേടി വരുമെന്നറിയാം. പ്രസംഗിക്കാൻ കഴിയുന്നവനും പ്രവർത്തിക്കാൻ കഴിയുന്നവനും രാഷ്ട്രീയത്തിൽ ഇരിപ്പിടം കിട്ടും, മുന്നോട്ട് പോകാൻ കഴിയും. അറിയാത്തതുകൊണ്ടല്ല. നിങ്ങളെ കൂടെ വന്നാൽ ഇതിനും വലിയ സ്ഥാനം നിങ്ങൾ തരുമെന്നും അറിയാത്തതുകൊണ്ടല്ല. ഇനിയൊരു പക്ഷേ മറുപടി പറയുമ്പോൾ അവനെ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയും, വരുന്നില്ല. പക്ഷെ അതല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വന്നാൽ എടുക്കും നമുക്കറിയാം, നിങ്ങൾ ഉയർത്തുമെന്നും അറിയാം. പക്ഷെ നമ്മുടെ ലക്ഷ്യം അതല്ല. സത്യം എന്നൊന്നുണ്ട്, അവിടെ നിൽക്കൂ. ആ ഒരൊറ്റ മോഹം കൊണ്ടാണ് നമ്മളെ താല്പര്യം. സുന്നി സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനമാണോ രാജിവെച്ച് വെള്ളക്കള്ളാസ് എഴുത്തര, നമുക്കിത് വേണ്ട. രണ്ടും യോജിച്ച് കിട്ടിയാൽ മതി. ഈ സ്ഥാനം വേണ്ട. അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നോളാം, പ്രസംഗം നിർത്തിക്കോളാം. എന്നാലും മഹല്ലത്തിൽ തമ്മിൽ തല്ലല്ലേ. സർക്കാർ തന്നൊരു ജോലിയുണ്ട്, ഞാനതെടുത്തോളാം. അങ്ങനെ ജോലിയില്ല, ഇനി ഒരു ജോലി ഇല്ലെങ്കിലും ശരി, ഓരോ ആളുകൾക്കും അവനവന്റെ മഴീഷത്തിന് പടച്ചറപ്പ് ജോലി കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ പ്രസംഗിച്ച് നടക്കണമെന്ന താല്പര്യമൊന്നും നമുക്കില്ല, തെറ്റിദ്ധരിക്കണ്ട. പക്ഷെ ഒരു കാര്യം, ആത്മാർത്ഥമായി ഉസ്താദുമാരുമായി ചർച്ച ചെയ്തിട്ട് ആ വിഷയങ്ങളിലൊക്കെ ഒരു ആത്മാർത്ഥത എത്തിയിട്ട് ഉസ്താദുമാരും നിങ്ങൾ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കിയിട്ട് സമത്വയുടെ മുഷാവറ പറയട്ടെ എന്ത് ചെയ്യണം, അതാ തീരുമാനം. അല്ലാതെ മഹല്ലത്തിൽ അഡ്ജസ്റ്റ്മെന്റ് വരലല്ല. ആത്മാർത്ഥത അവിടെയാണ്. അതേ നമ്മൾ പറയുന്നുള്ളൂ. എന്ന പോലെ നിങ്ങൾ നോക്ക്, നിങ്ങൾ ചെയ്ത ഓരോ പ്രവർത്തനവും. BJPയുടെ സമുന്ന നേതാവ് നിങ്ങളെ സ്ഥാപനത്തിൽ വന്നു സന്ദർശിച്ചു, കേരളത്തിലെ മറ്റൊരു സ്ഥാപനത്തിലും ഇല്ലാത്ത വിധം. തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സ്വീകരിച്ച നയം സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റിയതാണോ? ഒക്കെ പോകട്ടെ, ഐക്യത്തിന്റെ വിഷയത്തിൽ ഇപ്പം നിങ്ങൾ പറയുന്നത് അംഗീകരിക്കാൻ പറ്റുമോ? ഒരു രാഷ്ട്രീയ പാർട്ടി പറയുകയാണെങ്കിൽ പറ്റും. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി പറയാം ഐക്യമെന്നാൽ ലേനമല്ല, ശരിയാണ്. കാരണം ഐക്യത്തോട് ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യമുണ്ട്. മതസംഘടനകൾ അങ്ങനെയാണോ പറയേണ്ടത്? മതസംഘടനകൾ അങ്ങനെയാണോ പറയേണ്ടത്? ഇതിൽ നിന്ന് മാറിപ്പോയ 6 പേര് ഉൾക്കൊള്ളുന്ന ഒരു സംഘം. ആരാണ് വലുത്, ആരാണ് ചെറുത് ചർച്ച ചെയ്യണ്ട. ആരെടുക്കണം, ആരെ തല ചർച്ച ചെയ്യണ്ട. 2 സംഘടനയുടെ ആലിമ്യങ്ങൾക്ക് മുന്ന് ഒരുമിച്ചിരുന്ന് ഒരു ചർച്ച നടത്താൻ നിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ടോ? സമത്വയുടെ ആലിമ്യങ്ങൾ താല്പര്യപ്പെട്ടിട്ട് നിങ്ങൾ മുന്നോട്ട് വന്നോ? ഈ ശിഹാബ് തങ്ങളുടെ മുമ്പിൽ നിങ്ങൾ അങ്ങനെ ഒരു ആഗ്രഹം വെച്ചോ? അല്ലെങ്കിൽ സമത്വയോട് നിങ്ങൾ അങ്ങനെ ഒരു അഭിപ്രായം ചോദിച്ചോ? പക്ഷെ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമക്ക് സ്വന്തം കാലിൽ നിൽക്കാനും അതിന്റെ പ്രവർത്തനം നടത്താനും യാതൊരു കുഴപ്പവും വന്നിട്ടില്ല. ഇന്നതാ ജംഇയ്യത്തുൽ മുഅല്ലിമീന സമ്മേളനം കടപ്പുറത്ത് ജനസാഗരം തീർക്കാൻ പോവുകയാണ്. 9500-ൽ പരം മദ്രസ സമത്വയുടെ കീഴിലുണ്ട്. നിങ്ങൾ പാഠപുസ്തകം വാങ്ങിക്കൊടുത്തിട്ടും മദ്രസ കെട്ടിക്കൊടുത്തിട്ടും പള്ളി കെട്ടിക്കൊടുത്തിട്ടും അറബി പണം കൊണ്ടുവന്ന് വിതരണം ചെയ്തിട്ടും ഇന്നേ വരെ കേരളത്തിലെ എത്ര മഹല്ലുകളെ സ്വാധീനിക്കാൻ നിങ്ങൾക്ക് പറ്റി?
എന്തേ അതിൻ്റെ കാരണം? ആദർശക്കുറവ് തന്നെ. അതുകൊണ്ടാണല്ലോ ഗുരുത്തക്കേട് ഇങ്ങനെ വരുന്നത്. ബഹുഭാരിത്വ വിഷയം